നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. പച്ചക്കറി വാങ്ങാൻ പോയപ്പോഴേ നല്ല ഫ്രഷ് മുളക് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് ബജി ഉണ്ടാക്കാമെന്ന്. നല്ല സൂപ്പർ മുളകായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുളക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നല്ലപോലെ ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണേ. അപ്പോൾ ഇച്ചിരി മൂത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ കുരു കളഞ്ഞിട്ട് അങ്ങ് ഉണ്ടാക്കാം. വെറുതെ എന്തിനാ ഒത്തിരി എരിവായാലും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് കടലമാവാണ്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് കടലമാവ് ഇട്ടു. ഒരു 1/4 കപ്പ് റവയും കൂടി ഇട്ടു. കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അത് നല്ലപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒത്തിരി ഒഴിക്കരുത്. അപ്പോൾ അതിങ്ങനെ വെള്ളം ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഈ ബാറ്റർ ഈ പരുവത്തിലാക്കി എടുക്കുക. ഇനി അതിലേക്ക് ഒരു നുള്ള് അപ്പക്കാരം, അത് സോഡാപ്പൊടിയില്ലേ, അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി വേണ്ടത് കായമാണ്. അത് ഒരു 1/4 സ്പൂൺ കായം, അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മുടെ മുളക് മുക്കിയിട്ട് അങ്ങ് ഇടാം. ആ മുളകിൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ ബാറ്ററിൽ മുങ്ങണം കേട്ടോ. നല്ല നീളമുള്ള മുളകായതുകൊണ്ട് 3 എണ്ണ ഇടുന്നുള്ളൂ. അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അത് നല്ലപോലെ ഒരു ഭാഗം നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്കതിനെ തിരിച്ചിടാം. മുളക് ബജി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമുള്ളതല്ലേ. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഉണ്ട്, പിന്നെ പറയാനുമില്ല, അടിപൊളിയാണ്. പിന്നെ ഈ മുളകിൻ്റെ കുരു കളഞ്ഞ് എടുത്തത് കാരണം കുഞ്ഞു കുട്ടികൾക്ക് വരെയും കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എരിവുണ്ടാവും. അപ്പോൾ കുട്ടികൾ പൊതുവേ കഴിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കുരു കളഞ്ഞെടുത്തത്. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ മുളക് ബജി. അപ്പം ബജി നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ എങ്ങനെ എടുക്കാം. പരിപ്പയിൽ കോരിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് നീളമുണ്ടല്ലോ. ചെറിയ മുളകല്ലായിരുന്നു, കുറച്ച് നീളമുള്ള മുളകായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് തന്നെ എടുക്കേണ്ടി വന്നു. ഞാൻ ബാക്കി മുളകും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മുളക് ബജി റെഡിയാക്കി എടുക്കാം. ചില മുളക് ഇങ്ങനെ ഞാനത് കീറിയപ്പോഴത്തേനും 2ആയിട്ട് അങ്ങ് വിട്ടുപോയി. അപ്പോൾ അതും കളയണ്ടല്ലോ. അതും നമുക്ക് നല്ലപോലെ ആ ബാറ്ററി മുക്കിയിട്ട് പൊരിച്ചെടുക്കാം, ബജി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ മുളക് ബജി എല്ലാം റെഡിയായി കഴിഞ്ഞു. കണ്ടോ, ചൂടോട് കൂടിയിട്ട് ഇനി ഒരു കട്ടൻ ചായയും കൂടെ കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചാൽ ഒന്നും പറയണ്ട. ആ 2 പീസായി മുളകാണ് ശരിക്കും ബാറ്ററി മുങ്ങി നല്ലപോലെ ക്രിസ്പി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ കട്ടൻ ചായ വരുമ്പോഴത്തേനും നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആ സോസിൽ മുക്കിയിട്ട് കണ്ടോ, നല്ല അയ്യോ, അതെൻ്റെ മോൻ തട്ടിപ്പറിച്ചിട്ട് പോയ രംഗമാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. കണ്ടോ, അവൻ മോളിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ മണം ചെന്നിട്ട് സഹിക്കാൻ പറ്റാതെ ഇറങ്ങി ഓടി വന്നതാണ്. എന്നിട്ട് അത് തട്ടിപ്പറിച്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ 4 മണി ചായയ്ക്ക് നമുക്ക് മുളക് ബജി എല്ലാവരും ഉണ്ടാക്കണം, കഴിക്കണം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്